നമസ്കാരം. ഇന്നേ വരെ ലോകത്ത് ഒരു രാജ്യവും നടത്താത്ത വെല്ലുവിളിയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ വധിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 2024 ലക്ഷ്യം നടന്നില്ലെങ്കിലും ഇത്തവണ അത് നടത്തുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 പെൻസിൽവാനിയയിൽ നടന്ന ഒരു പ്രചരണ റാലിയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പ്രകോപനപരമായ ചിത്രം സംപ്രേഷണം ചെയ്തുകൊണ്ട് ഇത്തവണ ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടിവി അമേരിക്കൻ പ്രസിഡന്റിന് നേരെ നേരിട്ട ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കൻ ഉന്നതരെയും ഞെട്ടിച്ച പ്രകോപനമാണിത്. ഇറാനിലെ പ്രതിഷേധക്കാരെ കൊല്ലുന്നത് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് മുമ്പ് നടന്ന ട്രംപിനെതിരായ വധശ്രമത്തിന്റെ ചിത്രങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്തത്. അവിടെ അദ്ദേഹം വെടിയുണ്ട തട്ടിമാറ്റി. അത് അദ്ദേഹത്തിന്റെ ചെവിക്ക് തൊട്ടു സമീപം കടന്നുപോയി. എന്നാൽ തങ്ങൾ ഉന്നം വെച്ചത് തെറ്റില്ല, അതായത് ഇത്തവണ തങ്ങളുടെ ഉന്നം തെറ്റില്ല എന്നു തന്നെയാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഈ ഔദ്യോഗിക വാർത്താ ചാനലിന്റെ ദൃശ്യങ്ങൾ രക്തം ചിതറുന്ന ട്രംപിന്റെ ചെവിക്കു സമീപം സുരക്ഷാ ഏജന്റുമാർ വലയം ചെയ്തിരിക്കുന്ന ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഇത്തവണ അത് ലക്ഷ്യം തെറ്റില്ല എന്ന് പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു ഭയാനകമായ മുന്നറിയിപ്പുമുള്ളത്. ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്ന് ഞെട്ടിക്കുന്ന സന്ദേശം ഇറാൻ ഔദ്യോഗിക ടിവിയിൽ സംപ്രേഷണം ചെയ്തതിനു ശേഷമാണ് ഇറാനെതിരായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആക്രമണത്തിൽ നിന്നും താൽക്കാലികമായി ആണെങ്കിൽ പോലും അമേരിക്ക പിൻവാങ്ങുകയായിരുന്നു. ഇറാന് എതിരായ ഏതൊരു സൈനിക നടപടിയും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന സൈനിക ശക്തിയായ ഇറാനെ ആര് ആക്രമിച്ചാലും പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയ റഷ്യ അവരുടെ തന്ത്രപ്രധാന ഇന്റലിജൻസ് വിവരങ്ങൾ ഇറാന് കൈമാറി തുടങ്ങിയതായും അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഇന്റലിജൻസ് വിവരങ്ങളും ടെക്നോളജിയും ഇറാന് ലഭ്യമാകുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും സൈനിക താവളങ്ങൾക്കും നേരെ കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ഇറാനെ പര്യാപ്തമാക്കുന്നതാണ്. അതായത് ഇറാന്റെ മിസൈൽ കരുത്തും റഷ്യൻ സംവിധാനവും ഒത്തുചേർന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഏറ്റുവാങ്ങുക എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. അത് വൈകിയാണെങ്കിലും അമേരിക്കൻ ഉന്നതരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഖത്തറിനും സൗദി അറേബ്യയ്ക്കും ഉൾപ്പെടെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ തങ്ങളുടെ മണ്ണ് ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയ ഘടകമാണ്. മറഞ്ഞിരുന്ന കുറുക്കന്റെ കൗശലത്തോടെ ഇറാനെതിരെ കരുക്കൾ നീക്കുന്ന ഇസ്രയേലിന്റെ മുഖവും ഇറാൻ വലിച്ചു കീറിയിട്ടുണ്ട്. ഇസ്രയേലും അമേരിക്കയും സ്പോൺസർ ചെയ്യുന്ന കലാപമാണ് ഇറാനിൽ നടക്കുന്നത് എന്ന ബോധ്യം ഇറാൻ ഭരണകൂടത്തിന് മാത്രമല്ല, ഇപ്പോൾ ഇറാൻ ജനതയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് കലാപകാരികളെ എതിർത്തും ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ പിന്തുണച്ചും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്തിനായി പോരാടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയുള്ള ജനതയാണ് ഇറാനിലുള്ളത്. മരണത്തെ ഭയമില്ലാത്ത ആ ജനതയ്ക്ക് മുന്നിലേക്ക് ഏത് സൈന്യത്തെ അമേരിക്ക കെട്ടിയിറക്കിയാലും അവരുടെ ശവശരീരം പോലും ബാക്കി കാണുകയില്ല. ഇപ്പോൾ ഇറാനിൽ കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങിയ കലാപകാരികൾക്കെതിരെ യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യുന്നതും ഇതേ ജനത തന്നെയാണ്. ചാരന്മാരും രാജ്യദ്രോഹികളും സ്വന്തം പൗരന്മാർ ആയാൽ പോലും അവരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ആ നാട്ടിലെ സുരക്ഷാ സേനകൾക്ക് മാത്രമല്ല, രാജ്യസ്നേഹികൾക്കുമുണ്ട്. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും മറ്റൊരു രാജ്യത്തിനുമില്ല. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറുന്നതിന് കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ പ്രക്ഷോഭകാരികളെ വധിക്കില്ല എന്ന ഉറപ്പ് നൽകിയെന്നാണ്. ഇതിൽ പരം ഒരു ഗതികെട്ട ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ട്രംപിനെ അറിയിച്ചിട്ടാണോ ഇറാൻ ആ രാജ്യത്തെ രാജ്യദ്രോഹികളെ വധിക്കുക എന്ന സ്വാഭാവികമായ ചോദ്യം ഉയരുന്നതും ഇവിടെയാണ്. ഇറാന്റെ പരമാധികാരത്തെ ആരുടെ മുന്നിലും പണയം വെക്കില്ല എന്ന ഉറച്ച നിലപാടുള്ള ഒരു ഭരണകൂടമാണ് ഇറാനെ ഇപ്പോൾ നയിക്കുന്നത്. ട്രംപിന്റെ വാദങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്നതിന്റെ നേർചിത്രമാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട ചിത്രത്തിലൂടെ വ്യക്തമാകുന്നതും. ഇറാനെ ആക്രമിച്ചാൽ ട്രംപിനെ തന്നെ കൊല്ലുമെന്ന് പറയാനുള്ള ധൈര്യം ഇറാൻ ഉണ്ടെങ്കിൽ അവരുടെ ശേഷി ലോകം കണ്ടതിലും അപ്പുറമാണ് എന്നത് വ്യക്തമാണ്.
മറ്റു രാജ്യങ്ങളിൽ കയറി അധിനിവേശം നടത്തിയ പോലെ വെനസ്വേലിയൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോന്ന പോലെയും എളുപ്പത്തിൽ ഇറാനെ വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകളാണ് ഇതോടെ പിഴച്ചത്.